നമ്മൾ നേരിടുന്ന സകല പ്രശ്നങ്ങളെയും കാൽക്കീഴാക്കുവാൻ ദൈവം നമ്മുടെ മേൽ അധികാരം നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മേൽ ആ അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഷാലോ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നൽകിയ ആലോചന, സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി എന്ന് യേശുക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ആത്മശക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3:21 എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ശക്തി, സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുന്നതും രൂപാന്തരപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വാക്യമാണെങ്കിലും സകലവും എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ആ സകലത്തിനകത്ത് സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി. അപ്പൊ യേശുവിന് സകലതും കീഴ്പ്പെടുത്താനുള്ള ശക്തിയുണ്ട്. അത് വ്യാപരിക്കുന്ന ശക്തിയാണ്. അപ്പൊ ആ ശക്തി എന്തിനെയൊക്കെ യേശു കീഴ്പ്പെടുത്തിയത്? ആ കീഴ്പ്പെടുത്തിയതെല്ലാം അന്ന് യേശു ചെയ്തെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ചെയ്യും. രണ്ടാമത്തെ ദൂത്, ആ ശക്തി ദൈവം എൻ്റെ അകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് എനിക്കും കീഴ്പ്പെടുത്താൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് യേശുവിന്റെ മേൽ വ്യാപരിച്ച ശക്തി സകലത്തെയും ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ശക്തിയായിരുന്നു, സകലത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തിയായിരുന്നു. ആ ശക്തിയിൽ രോഗങ്ങളെ കീഴടക്കിയിരുന്നു. എല്ലാ സകലവിധ നാനാ വ്യാധി രോഗങ്ങളെ യേശുവിന്റെ മേൽ വ്യാപരിച്ച ശക്തി കീഴടക്കി. അതുകൊണ്ടാണ് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരൊക്കെ അവനെ തൊടാൻ താല്പര്യം ഇച്ഛിച്ചു. അപ്പൊ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. കീഴ്പ്പെടുത്താൻ കഴിയുന്ന രോഗങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി, പൈശാചിക ബാധകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് ഓടി. യേശുവിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടു. ഭൂതങ്ങൾ കാണുമ്പോൾ തന്നെ, യേശുവിനെ കാണുമ്പോൾ തന്നെ അവന്റെ ശക്തിയുടെ ആ മഹാത്മ്യം തിരിച്ചറിഞ്ഞവർ നിലവിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഭൂതങ്ങൾ, ഈ പൈശാചിക ബാധകളൊക്കെ കീഴടങ്ങി. ഇനി കാറ്റും കടലും പ്രകൃതി ശക്തികളും ഒക്കെ യേശുവിന്റെ കാലിന്റെ കീഴിലായിരുന്നു, അവന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. കാറ്റും കടലും മറ്റ് പ്രകൃതി ശക്തികൾ. ശിഷ്യന്മാര് വലിയ ഓളവും തിരമാലയും ഉണ്ടായിട്ട് അർദ്ധരാത്രിയിൽ പടക് ഇങ്ങനെ തകരുന്ന സമയം വരുമ്പോൾ യേശു കടലിന്റെ മീതെ നടന്നു വന്നൊരു സംഭവം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ കാറ്റിനെയും കടലിനെയും യേശു കാൽക്കീഴാക്കി കടന്നു വന്നു. അപ്പൊ യേശുവിന്റെ അധികാരം കണ്ടോ? സൃഷ്ടിജാലങ്ങളുടെ മേൽ അവൻ അധികാരം, മരണത്തിന്റെ മേൽ അധികാരം. ഓ ഹല്ലേലൂയ! അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതും മനുഷ്യന് ഏറ്റവും ഭയപ്പെടുന്നതുമായ വിഷയം മരണമാണ്. ആ മരണത്തിന്റെ അധികാരിയുടെ മേൽ യേശുവിന് അധികാരമുണ്ടായി. ഹല്ലേലൂയ! മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നാണ് എബ്രായ ലേഖനം 2:14 പറയുന്നത്. അപ്പൊ മരണത്തിന് മേൽ അവൻ അധികാരമുണ്ടായി. അതുകൊണ്ട് പിശാചിനെ നീക്കി മരണത്തിലേക്ക് പോയ ജനത്തെ അവൻ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അതിലും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒത്തിരി പേർക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം, അവൻ തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. എഫേസ്യ ലേഖനം 1:19 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം. ക്രിസ്തുവിലും വ്യാപരിച്ചു, മരിച്ചവരുടെ അവൻ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ! പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കൊണ്ട് ഇരുത്തുകയും ചെയ്തു. ഇനി എന്നിട്ടോ സകലതും അവൻ നിറയ്ക്കുന്നവന്റെ നിറമായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് ഈ അധികാരം കൈമാറി. എന്ത്? സകലത്തെ കീഴ്പ്പെടുത്താനുള്ള അധികാരം. ഹല്ലേലൂയ! ഈ അധികാരം ദൈവം തന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളത് വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവം കൊടുത്ത ആ അധികാരം യേശു ക്രിസ്തു നമ്മുടെ മേൽ തന്നിരിക്കുകയാണ്. പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1:28-29 എഴുതിയിരിക്കുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു എൻ്റെ അകത്തുണ്ടെന്നും ഞാൻ യേശു ക്രിസ്തുവിലുണ്ടെന്നും ഒരു തിരിച്ചറിവുക. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. എൻ്റെ എല്ലാ പോരായ്മകളും യേശു ക്രിസ്തുവിലൂടെ പരിഹരിക്കാൻ പറ്റും. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും യേശുവിലൂടെ പരിഹരിക്കാൻ പറ്റും.
അങ്ങനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താൻ വേണ്ടി പ്രബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു. അടുത്തത് 29 വാക്യം. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യാനായി എൻ്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. ആമേൻ. അപ്പൊ എൻ്റെ അകത്ത് ആ വ്യാപാര ശക്തി ഉണ്ട്. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതെ സഹോദരങ്ങളെ, നിങ്ങളുടെ മേലും ആ ശക്തി വ്യാപരിക്കുന്നു. എൻ്റെ മേലെ ശക്തിയുണ്ട്, നമ്മുടെ മേലെ ആ ശക്തിയുണ്ട്. സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവശക്തി അത് എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി, നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി നിങ്ങൾ കൽപ്പിക്കാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ, കൽക്കീഴാകട്ടെ, അതിനുമേൽ ഞാൻ ജയമെടുക്കുക യേശുവിൻ നാമത്തിൽ. കർത്താവ് തന്ന അധികാരം അതാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും എന്ന് പറഞ്ഞാൽ പിശാചിനെ കുറിച്ചാണ് പറഞ്ഞത്. പിശാച് എന്തെല്ലാമാണ് നിങ്ങളുടെ ഭവനത്തിനകത്ത് ചോർത്തിക്കൊണ്ടുപോയത്, നിങ്ങളെ കീഴടക്കിയത്, ഏതൊക്കെ അഡിക്റ്റ് ആക്കിയത്, അതിനെല്ലാം കാൽ കീഴാക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സകലത്തിന് മേൽ ഒരു അധികാരം. ഹല്ലേലൂയ. ബലത്തോടെ അതിനുവേണ്ടി നമ്മിൽ വ്യാപരിക്കുകയാണ് ക്രിസ്തുവിന്റെ അധികാരം. ഹല്ലേലൂയ. സകലത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന അവന്റെ വ്യാപാര ശക്തി നിങ്ങളുടെ താഴ്ചയുള്ള ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുക, നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും കീഴടക്കാനുള്ള ദൈവിക അധികാരം ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ബലത്തോടെ നിങ്ങളുടെ അകത്ത് ആ ശക്തി വ്യാപരിക്കുന്നുണ്ട്, നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആ ദൈവശക്തി വ്യാപരിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിന് മേൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ അവകാശം പറയുന്ന മരണശക്തികളുടെ മേൽ ആ ദൈവശക്തി വ്യാപരിച്ച് കാൽക്കീഴാക്കട്ടെ. അതെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുതൽ ദൈവം ചെയ്യും. പ്രിയ കർത്താവേ, യേശു ക്രിസ്തുവിന്റെ അകത്ത് വ്യാപരിച്ച പരിശുദ്ധ ആത്മശക്തി സകലത്തെ കീഴ്പ്പെടുത്താനായി യേശുവിൽ വ്യാപരിച്ച അതേ ശക്തി ഞങ്ങളുടെ മേൽ ദൈവം തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുന്നു. സകല പൈശാചിക അധികാരങ്ങളെയും കാൽക്കീഴാക്കുവാൻ, സകല രോഗശക്തികളെയും, സകല അശുദ്ധ മണ്ഡലങ്ങളെയും, സകല ഭൂതശക്തികളെയും കീഴടക്കാനുള്ള ദൈവിക അധികാരം യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. കർത്താവേ, സകലത്തിന് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആ ദൈവിക ശക്തി ഞങ്ങളിൽ ബലത്തോടെ വ്യാപരിക്കണമേ. ഈ വചനം കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ ശക്തി ബലത്തോടെ വ്യാപരിച്ച് സകല പൈശാചിക കോട്ടകളെയും ഇരുട്ട് കോട്ടകളെയും തകർക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മക്കളുടെ മേൽ ആ ബലത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ബലത്തോടെ വ്യാപരിക്കട്ടെ. ദൈവശക്തി സകലത്തെ കീഴ്പ്പെടുത്തട്ടെ. നിരാശകൾ കീഴ്പ്പെടട്ടെ, അഡിക്ഷനുകൾ കീഴ്പ്പെടട്ടെ, കടഭാരവും തകർച്ചകൾ കീഴടങ്ങട്ടെ. അത് ഉയരരുത്, തല ഉയർത്തരുത്. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിനകത്തെ പ്രതിസന്ധികളൊക്കെ കീഴടങ്ങിപ്പോകട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ധൈര്യമായി മുമ്പോട്ട് പോവുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയും. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ wonderful day.